ഹലോ കൂട്ടുകാരെ, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടംപൊരിയാണ്. ഉണ്ടംപൊരി ഇഷ്ടമുള്ളവരൊക്കെ വായോ. നമ്മൾ പണ്ട് ചായക്കടകളിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന ഉണ്ടംപൊരി ഒന്ന് ട്രൈ ചെയ്യാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ആട്ട 2 കപ്പ്, മൈദ 1 കപ്പ്, പാളയംകുടം പഴം 3 അത് മിക്സിയിൽ അടിച്ച് ചേർക്കണം. ഏലക്കായും ജീരകവും 4 ഏലക്ക, 1/4 ടീസ്പൂൺ ജീരകം വേണം. അപ്പോൾ ഈ പഴം അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ അതിനകത്ത് മിക്സിയിലിട്ട് അടിച്ചാൽ അത് നല്ലൊരു മണമൊക്കെ നമുക്ക് കിട്ടും. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് 1 നുള്ള്, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തേങ്ങ കൊത്ത് വറുത്ത്, ഇഷ്ടമുള്ളവർ അതും കൂടി വറുത്ത് ചേർത്തിടുക. ഇവിടെ അത് ഇഷ്ടമാണ്, ഞാനതുകൊണ്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ശർക്കര പാനിയാക്കി, ഞാൻ ഈ ഉരുക്കിയ ശർക്കരയാണ് മേടിച്ചേക്കുന്നത്. അത് 3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചാണ് ഞാനത്, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതിൽ 3 ടീസ്പൂണാണ് ചേർത്തേക്കുന്നത്. വെള്ളം കൂടുമോ എന്നുള്ള ഡൗട്ടും ഉണ്ട്. അപ്പോൾ ഇച്ചിരി വെള്ളം വേണ്ടി വന്നു. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ലൂസാക്കി വേണം ഇത് കുഴച്ചെടുക്കാൻ, എന്നെങ്കിൽ അതിൻ്റെ ആ കറക്റ്റ് ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ സോഫ്റ്റ് കിട്ടത്തുള്ളൂ. അത് നല്ലപോലെ കുഴച്ച് നമ്മളൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞ് എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത്. പിന്നെ നമ്മുടെ കൈ ആദ്യം ഒന്ന് നനച്ചിട്ട് മാവ് കുറേശ്ശെ എടുത്ത് ഉരുളയാക്കി ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ചെറിയ തീ വേണം, അല്ലെങ്കിൽ ഉള്ളു വേകാതെ പുറം കരിഞ്ഞു പോകും. വളരെ ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കാൻ ശ്രമിക്കണം. ഞാനിന്ന് എടുത്തിരിക്കുന്ന അളവ് വെച്ച് 10 എണ്ണം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ വീടുകളിൽ തന്നെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഇഷ്ടമുള്ളവർ അത് ഉണ്ടാക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ അകം വേകുന്നതാണ് അതിൻ്റെ കറക്റ്റ് പരുവമെന്ന് പറയുന്നത്. പുറം കരിയാതെ ചെറിയ തീയിൽ നമ്മൾ വറുത്തെടുത്ത് ചായയുടെ കൂടെ കഴിക്കാം. അപ്പോൾ ഇത് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ചായയും ഉണ്ടംപൊരിയും കൂടി എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണേ. ടാറ്റാ. ഹലോ കൂട്ടുകാരെ, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടംപൊരിയാണ്. ഉണ്ടംപൊരി ഇഷ്ടമുള്ളവരൊക്കെ വായോ. നമ്മൾ പണ്ട് ചായക്കടകളിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന ഉണ്ടംപൊരി ഒന്ന് ട്രൈ ചെയ്യാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ആട്ട 2 കപ്പ്, മൈദ 1 കപ്പ്, പാളയംകുടം പഴം 3 അത് മിക്സിയിൽ അടിച്ച് ചേർക്കണം. ഏലക്കായും ജീരകവും 4 ഏലക്ക, 1/4 ടീസ്പൂൺ ജീരകം വേണം. അപ്പോൾ ഈ പഴം അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ അതിനകത്ത് മിക്സിയിലിട്ട് അടിച്ചാൽ അത് നല്ലൊരു മണമൊക്കെ നമുക്ക് കിട്ടും.